എല്ലാവർക്കും ലോയൽ ബില്ലിന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കിട്ടാൻ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. നമുക്ക് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് നോക്കാം. ഇന്നലെ മികച്ച നേട്ടത്തിലായിരുന്ന വിപണി ഇന്ന് നഷ്ടത്തിലാണ് അവസാനിച്ചത്. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം മൂലം നിക്ഷേപകർ ജാഗ്രതയോടെയുള്ള സമീപനം സ്വീകരിച്ചത് വിപണിക്ക് തിരിച്ചടിയായി. ഇന്നലെ നേട്ടം ഉപയോഗപ്പെടുത്താനായി നിക്ഷേപകർ ലാഭമെടുപ്പിൽ ഏർപ്പെട്ടതും വിപണി നഷ്ടത്തിലാക്കാനുള്ള കാരണമാണ്. ഇസ്രായേൽ ഇറാൻ സംഘർഷം തുടർച്ചയായ 5ാം ദിവസത്തിലേക്കാണ് നീളുന്നത്. ആണവായുധ കരാർ ഇറാൻ നിരസിച്ചത് ചൂണ്ടിക്കാട്ടി ടെഹ്റാനിൽ നിന്ന് ഒഴിഞ്ഞുപോകാൻ ജനങ്ങളോട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടത് വിപണിയിൽ സമ്മർദ്ദം വർദ്ധിപ്പിച്ചു. ദുർബലമായ ആഗോള വിപണി സൂചനകളും ആഭ്യന്തര വിപണിയിൽ പ്രതിഫലിച്ചു. ദക്ഷിണ കൊറിയയുടെ കോസ്പി, ചൈനയുടെ SSE കോമ്പോസിറ്റ്, ഹോങ്കോങ്ങിന്റെ ഹാങ്സെങ് എന്നിവയുൾപ്പെടെയുള്ള ഏഷ്യൻ വിപണികൾ നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. US ഓഹരി വിപണി ആരംഭിച്ചതും ദുർബലമായാണ്. ബ്രെന്റ് ക്രൂഡ് ഓയിൽ ബാരലിന് 0.53% ഉയർന്ന് $73.62 ഇന്ത്യയെപ്പോലുള്ള എണ്ണ ഇറക്കുമതി രാജ്യങ്ങൾക്ക് ഉയർന്ന ക്രൂഡ് ഓയിൽ വില വലിയ തിരിച്ചടിയാണ്. വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ഓഹരികൾ വിറ്റഴിക്കുന്നതും വിപണിയുടെ നഷ്ടത്തിനുള്ള കാരണമാണ്. FIIകൾ തിങ്കളാഴ്ച 2539.42 കോടി രൂപയുടെ ഓഹരികളാണ് വിറ്റഴിച്ചത്. US കേന്ദ്രമായ ഫെഡ് റിസർവിന്റെ പലിശ നിരക്ക് തീരുമാനത്തിന് മുന്നോടിയായി നിക്ഷേപകർ ജാഗ്രത പാലിച്ചതും വിപണിയെ ക്ഷീണിപ്പിച്ചു. സെൻസെക്സ് 0.26% ഇടിഞ്ഞ് 51,583.30 നിഫ്റ്റി 50 0.37% ഇടിഞ്ഞ് 24,853.40 ക്ലോസ് ചെയ്തത്. IT ഒഴികെയുള്ള മറ്റെല്ലാ സൂചികകളും ചുവപ്പിലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. ഫാർമ, മെറ്റൽ, ഓയിൽ ആൻഡ് ഗ്യാസ്, ഓട്ടോ, റിയൽറ്റി, PSU ബാങ്ക് എന്നിവ 0.5 മുതൽ 2% വരെ ഇടിഞ്ഞു. മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സൂചികകൾ 0.6% നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സും ലോസേഴ്സും നോക്കുകയാണെങ്കിൽ ടോപ്പ് ഗെയിനേഴ്സ് നോക്കുമ്പോൾ ടെക് മഹീന്ദ്ര, ഇൻഫോസിസ്, ഏഷ്യൻ പെയിൻറ്റ്സ്, TCS, മാരുതി സുസുക്കി തുടങ്ങിയ ഓഹരികൾ നേട്ടത്തിലായിരുന്നു. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ നേട്ടമുണ്ടാക്കിയത് പ്രതിരോധ ഓഹരികളാണ്. ഇന്ത്യൻ പ്രതിരോധ കമ്പനികൾക്ക് കൂടുതൽ ഓർഡറുകൾ ലഭിച്ചേക്കുമെന്ന നിക്ഷേപകരുടെ വിലയിരുത്തലാണ് ഈ മേഖലയ്ക്ക് ശക്തി പകർന്നത്. അടുത്ത ദശകത്തിൽ കേന്ദ്ര സർക്കാർ പ്രതിരോധ ചെലവ് GDPയുടെ നിലവിലെ 2% നിന്ന് 3-4% ഉയർത്താൻ സാധ്യതയുണ്ട്. 25,000 കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതിയാണ് 2025-26 സർക്കാർ ലക്ഷ്യമിടുന്നത്. മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ഓഹരികൾ ഏകദേശം 4% ഉയർന്ന് 3,306 രൂപയിലെത്തി. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് 3%-ലധികം നേട്ടമുണ്ടാക്കിയപ്പോൾ ഭാരത് ഡൈനാമിക്സ്, കൊച്ചി ഷിപ്പ്യാർഡ് തുടങ്ങിയ ഓഹരികളും നേട്ടത്തിലായിരുന്നു. ടോപ്പ് ലോസേഴ്സ് നോക്കുകയാണെങ്കിൽ അദാനി എന്റർപ്രൈസസ്, ഡോക്ടർ റെഡ്ഡി ലാബ്സ്, എറ്റേണൽ, ONGC തുടങ്ങിയ ഓഹരികൾ ഇന്ന് നഷ്ടത്തിലായിരുന്നു. ഫാർമ താരിഫുകൾ ഉടൻ നടപ്പാക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ഫാർമ ഓഹരികൾ കുത്തനെ ഇടിയുന്നതിന് കാരണമായി. വരുമാനത്തിന്റെ വലിയൊരു ഭാഗം US-ലേക്കുള്ള കയറ്റുമതിയിൽ നിന്ന് നേടുന്ന ഇന്ത്യൻ ഫാർമ കമ്പനികൾക്ക് തിരിച്ചടിയാകുന്ന തീരുമാനമാണ് ഇത്. അരബിന്ദ് ഫാർമ, ലൂപ്പിൻ, ഗ്രാനുൾസ് ഇന്ത്യ ഓഹരികൾ 3%-ലധികം ഇടിഞ്ഞു. ലോറസ് ലാബ്സ്, ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് ഓഹരികൾ 2%-ലധികം ഇടിഞ്ഞു. സൺ ഫാർമ, സിപ്ല, ഗ്ലെൻമാർക്ക് ഫാർമ തുടങ്ങിയ ഓഹരികളും നഷ്ടത്തിലായിരുന്നു. കേരള കമ്പനികളിൽ ഇന്ന് ഭൂരിഭാഗം ഓഹരികളും നഷ്ടത്തിലായിരുന്നു. പോപ്പീസ് കെയർ 4.99% നഷ്ടത്തിൽ 37.92 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. മണപ്പുറം ഫിനാൻസ്, കിറ്റെക്സ്, ആസ്റ്റർ, കല്യാൺ ജ്വല്ലേഴ്സ് തുടങ്ങിയ ഓഹരികൾക്കും ഇന്ന് ശോഭിക്കാനായില്ല. ഫാക്ട് ഓഹരി 1.47% നഷ്ടത്തിൽ 1022 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. CSE ബാങ്കാണ് ഇന്ന് നേട്ടപ്പട്ടികയിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഓഹരി 2% നേട്ടത്തിൽ 392 രൂപയിലെത്തി. കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ, BPL, ഈസ്റ്റേൺ ട്രേഡ്സ്, മുത്തൂറ്റ് ഫിനാൻസ് തുടങ്ങിയ ഓഹരികളും നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. ഇതുപോലെയുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്